താങ്കളിപ്പം യൂത്ത് കോൺഗ്രസ് നിന്ന് വളർന്നു വന്ന ജനപ്രതിനിധിയാണ്. തോന്നുന്നുണ്ടോ കോൺഗ്രസിനകത്ത് യുവാക്കളായ ആളുകൾക്ക് പരിഗണന കുറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല, മുതിർന്ന നേതാക്കൾക്ക് അത്തരത്തിലുള്ളൊരു സമീപനമാണ് എന്നാണ് കോൺഗ്രസിനെ കുറിച്ചുള്ളൊരു ആക്ഷേപം? ഒരു പാർട്ടിയിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? അല്ല, അതിൽ അങ്ങനെ മുതിർന്ന നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ കോൺഗ്രസിനകത്തുണ്ട്. യുവാക്കൾക്ക് വലിയ അവസരങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആളുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ LDF അങ്ങനെയല്ലല്ലോ, കുറേ ചെറുപ്പക്കാരില്ലേ എന്നൊക്കെ തോന്നും. UDF കുറവല്ലേ അവസരം കിട്ടുന്നവർ, എന്നാൽ UDF കൂടുതൽ ഫേസസ് കടന്നു വരുന്നത് എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഈ നിയമസഭാ ഇലക്ഷനിൽ എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ 56 സിറ്റിംഗ് MLA-മാരെ CPM LDF മത്സരിപ്പിച്ചു. 56 പേരെ സിറ്റിംഗ് MLA-മാരെ. പലരുടെയും പ്രായപരിധിയും ടേം വ്യവസ്ഥയൊന്നും അവർ പാലിച്ചില്ലല്ലോ. അവരത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ടാഗ് ലൈൻ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സൗകര്യത്തിനനുസരിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്രാവശ്യം അവരുടെ ഇടയ്ക്ക് എത്ര ചെറുപ്പക്കാർ പുതിയത് കടന്നു വന്നൊന്നും ആരും ചോദിക്കുന്നില്ല. എത്ര ആളുകളെ ടേം വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റിയെന്ന് ചോദിക്കുന്നില്ല. പ്രായവ്യവസ്ഥയും അല്ലെങ്കിൽ ഇതൊന്നും അനുസരിച്ച് മാറ്റിയെന്ന് ചോദിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അത് അജണ്ടയായില്ല. കാരണം അവരാണ് കൂടുതൽ ആളുകളെ നിലനിർത്തി മത്സരിച്ചത്. മനസ്സിലായോ? ഇത് കോൺഗ്രസ്സിലാണെങ്കിൽ പറയുക, കണ്ട കോൺഗ്രസ്സിൽ മാറുന്നില്ല എന്ന് പറയും, തലമുറ മാറ്റമില്ല. പക്ഷെ അത് ഓരോ സമയത്തും ഗ്രാജുവലായിട്ട് നടക്കുന്നുണ്ട്. താരതമ്യേന സ്പീഡ് കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളും കൂടിയാണ്. അതായത് ഒരു നേതാവ് 50 വർഷം അല്ലെങ്കിൽ 40 വർഷം അല്ലെങ്കിൽ അതിനധികവും ഒരു മണ്ഡലത്തിൽ തന്നെ സ്ഥിരമായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ നേതാവ് അത്രയും ജനങ്ങളായിട്ട് ഇഴുകിച്ചേർന്നത് കൊണ്ട് തന്നെയാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഒരു മടുപ്പ്, മാറ്റം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി നിൽക്കാം. ചില നേതാക്കന്മാർ നമുക്ക് നിർണായകമായിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകളെ തുടർന്നും നമുക്ക് വേണ്ടതാണ്. പക്ഷെ അപ്പോൾ പോലും 50 വർഷം ഒരു മണ്ഡലത്തെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ജനകീയത, അവരുടെ ജനകീയതയുണ്ട്, അവരുടെ പ്രവർത്തനമുണ്ട്, അവരുടെ ഇടപെടലുണ്ട്, ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും 5 പതിറ്റാണ്ട് ഒരു നാട്ടിൽ നിൽക്കുമ്പോൾ ആ നാട്ടിൽ 5 പതിറ്റാണ്ടുണ്ടായ ചെറുപ്പക്കാരെവിടെയാണ് നമ്മൾ അന്വേഷിക്കണം. എൻ്റെ ഒരു പോയിന്റ് അതാണ്. അല്ലാതെ ഇവരാരെയും മാറ്റണം, അങ്ങനെ തന്നെ മുഴുവൻ നേതാക്കന്മാരെയും മാറ്റണമെന്ന് അഭിപ്രായം എനിക്കില്ല. ഒരു വലിയ മരത്തിൻ്റെ താഴെ വീണ്ടും ഒരു വലിയ മരം ഉണ്ടാവില്ല, ഇടിച്ചെടികളെ ഉണ്ടാവുകയുള്ളൂ. അത് പോരാ. ഒരു വലിയ മരം ഉണ്ടാകുമ്പോൾ കുറച്ച് മാറി വേറൊരു പുതിയ വലിയ മരം ഉണ്ടാവണം. മരങ്ങൾ മാറ്റപ്പെടും ഇല്ലേ? അതുപോലെ തന്നെ ഇത് അവസാനം ഇതിൻ്റെ അടിഭാഗം കിഴുത്ത് ഇത് ദ്രവിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. പകരം കൃത്യമായ ഇടവേളകളിൽ പുതിയ പുതിയ നേതാക്കന്മാർ കടന്നു വരണം എന്ന് വിചാരിക്കുക. അപ്പോൾ പോലും കടന്നു വരാനായിട്ട് പ്രാപ്തമായി പ്രവർത്തിക്കുന്ന എത്ര ആളുണ്ടെന്നും കൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ അങ്കമാലി MLA റോജി M. ജോൺ, പെരുമ്പാവൂർ MLA മനോജ് മുത്തേടൻ, അതുപോലെ മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ, കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ്, ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, ഇങ്ങനെ കുറേ യുവ നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്. അവസരം കിട്ടിയവർ, കിട്ടാതെ വരുമ്പോൾ പറയുന്ന ഒരു പരാതിയും കൂടിയുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ എനിക്കൊരു അവസരം കിട്ടാതെ വരുമ്പോൾ ഇവിടെ മുഴുവൻ പ്രായമായവരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേറൊരു ചെറുപ്പക്കാരന് കിട്ടിയോ എന്ന് കൂടി പരിശോധിക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ചെറുപ്പക്കാർ കൃത്യമായ ഇടവേളയിൽ വരുന്നുണ്ട്. വരുന്നവരുടെ എണ്ണം കുറവാണെങ്കിൽ അത് മുതിർന്ന തലമുറയും ആലോചിക്കേണ്ടതാണ്.